ശബരിമലയിലേക്ക് ഭക്തരുടെ ഒഴുക്ക് തന്നെയാണ് കാണാൻ കഴിയുന്നത്. നടപ്പന്തലിലും ഒപ്പം തന്നെ 18-ാം പടിക്ക് താഴെയുമൊക്കെയായി നിരവധിയായിട്ടുള്ള ഭക്തരിങ്ങനെ കാത്തു നിൽക്കുകയാണ് അയ്യപ്പ ദർശനത്തിനായി. അയ്യപ്പസ്തുതികളാലും ശരണം വിളികളാലും മുഖരിതമാണ് സന്നിധാനവും പരിസരവുമെല്ലാം. വലിയ തരത്തിലുള്ള ഭക്തജനത്തിരക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു. വൈകിട്ട് 3 മണിക്ക് നട തുറന്നത് മുതൽ ഇടതടവില്ലാത്ത ഭക്തജന പ്രവാഹമാണ് ശബരിമല സന്നിധാനത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള ധാരാളം ഭക്തജനങ്ങൾ ശബരിമല സന്നിധാനത്തേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ച. 18-ാം പടിക്ക് താഴെയും നടപ്പന്തലിലും ഭക്തരെ തടഞ്ഞു നിർത്തി സുരക്ഷാ ഉദ്യോഗസ്ഥർ ഘട്ടം ഘട്ടമായാണ് ശബരിമല സന്നിധാനത്തേക്ക് 18-ാം പടി കയറ്റാൻ അനുവദിക്കുന്നത്. സോപാനത്തടക്കം വലിയ തിരക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പോലീസിൻ്റെയും മറ്റ് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും കൃത്യമായ നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് തന്നെയാണ് ഭക്തർ 18-ാം പടി ചവിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഒരു പരിധിവരെ ഭക്തരുടെ ഒരു തിരക്ക് അല്ലെങ്കിൽ 18-ാം പടി കയറാനുള്ള ഒരു തിരക്ക് കുറച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും വലിയ തിരക്ക് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ അനുഭവപ്പെട്ടതിന് സമാനമായ തിരക്ക് തന്നെ ഇന്നും സന്നിധാനത്തുണ്ട്. എന്നാൽ മണിക്കൂറുകളോളം കാത്തു നിൽക്കേണ്ടി വരുന്നില്ല എന്നതാണ് ഭക്തരെ സംബന്ധിച്ചിടത്തോളം ഒരു ആശ്വാസകരമായ കാര്യം. കഴിഞ്ഞ ചില ദിവസങ്ങളിൽ 20 മണിക്കൂറോളം ഭക്തർക്ക് ദർശനത്തിനായി കാത്തു നിൽക്കേണ്ടി വന്നിരുന്നു. എന്നാൽ ഇന്നും ഇന്നലെയുമൊന്നും അത്തരത്തിലുള്ള ഒരു സാഹചര്യം സന്നിധാനത്തില്ല. ഭക്തർക്ക് പരമാവധി വേഗത്തിൽ ദർശനം നടത്തി മടങ്ങാൻ കഴിയുന്നുണ്ട്. കൂടാതെ ശബരിമലയിൽ ദർശനം പൂർത്തിയാക്കിയ ഭക്തരോട് എത്രയും വേഗത്തിൽ സന്നിധാനത്തൊന്നും പമ്പയിലേക്ക് ഇറങ്ങാൻ നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നടപ്പന്തൽ അടക്കം ഭക്തരെ വിരിവെക്കാൻ അനുവദിക്കുന്നില്ല. ഇതെല്ലാം തന്നെ ഒരു തിരക്ക് കുറയ്ക്കാൻ സഹായകരമായിട്ടുണ്ട് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്.